നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശംഖുപുഷ്പത്തിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ, ഹെർബൽ ടീ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ സാൻസ്ക്രിറ്റ് നെയിം അപരാജിത എന്നാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നാമം ക്ലൈറ്റോറിയ ടെർണേറ്റ എന്നാണ്. അപ്പോൾ ഇത് വള്ളിച്ചെടിയായിട്ട് കാണപ്പെടുന്ന ചെടിയാണ് ശംഖുപുഷ്പത്തിൻ്റെ ചെടി. അപ്പോൾ ഇത് രണ്ട് വെറൈറ്റീസാണ് കോമൺ ആയിട്ടുള്ളത്. നീലയുണ്ട്, വെള്ളയുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഇതിൻ്റെ പച്ച വേര് അരച്ചിട്ട് കുട്ടികൾക്ക് വെണ്ണയിലാക്കി കൊടുക്കുന്നത് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ പോലുള്ള ഹെർബൽ ടീ പോലെയുള്ള സാധനങ്ങളാക്കിയിട്ട് കഴിക്കുന്നത് നമ്മുടെ ദഹനശക്തിയൊക്കെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിലുള്ള കണ്ടൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഒന്നാണ് ഈ ഒരു ശംഖുപുഷ്പം. അപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത് ചർമ്മത്തിനും നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇത്തരം ഹെർബൽ ടീ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഉള്ളിലേക്ക് കഴിക്കുന്നത് ഷുഗർ ലെവലിനെയും കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ശരീരവേദന കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉപയോഗിച്ചും ടീ ഉണ്ടാക്കാം. അതുപോലെ ഉണക്കി ഡ്രൈ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലോങ് ടേം ഒക്കെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കുറേ കാലത്തേക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ പാലിലിട്ടിട്ട് കഴിക്കുന്നത് 3 നേരം കഴിക്കുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തസ്രാവത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെ തന്നെ പൂവ്, ഉണക്കിപ്പൊടിച്ച പൂവ് തേനിൽ ചേർത്തിട്ട് 3 ഗ്രാം വീതം ഡെയിലി നിത്യേന 3 നേരം കഴിക്കുന്നതും ഗർഭാശയത്തിൽ നിന്നുള്ള രക്തസ്രാവത്തിൽ നിന്ന് നല്ലതാണ്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഇല ചതച്ചിട്ടുള്ള വെള്ളം മുറിവുകൾ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് കഴുകാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ശംഖുപുഷ്പത്തിൻ്റെ കോമൺ ആയിട്ടുള്ള അറിയപ്പെടുന്ന മെഡിസിനൽ പ്രോപ്പർട്ടീസ്.